എന്തുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കിളിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് നമുക്ക് വിശ്വസിക്കുന്നു. ഇന്നത്തെ അമ്മക്കിളിയുടെ പുതിയൊരു വിശേഷം എന്താന്ന് നോക്കാം. ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണുമ്പോഴേ എന്ത് രസമല്ലേ? സന്തോഷമുണ്ട്, ഭയങ്കര രസവുമാണ്. ഏതായാലും അതും റെഡിയായി. അയ്യോ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. ഏതായാലും അതും റെഡിയായിട്ടുണ്ട്. നമുക്ക് എന്താ വിശേഷം നോക്കാം. വാ മക്കളെ. ഇന്നത്തെ താര യുവന്മാരാണ്. ഇതിന്റെ തണ്ടെല്ലാം നമുക്കൊന്ന് മുറിച്ച് കളയാം. ബീൻസ് എല്ലാം പറിക്കാറായി കേട്ടോ. അതിനു മുമ്പ് ഇതെല്ലാം ഒന്ന് തെളിച്ചു വിട്ടാലേ ഇവർക്കും അടിയിലത്തെ എല്ലാം പഴുക്കാൻ തുടങ്ങി. കുറ്റി ബീൻസ് എപ്പോഴും പെട്ടെന്ന് വരും. നമ്മൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അയ്യോ ബീൻസ് കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെടണ്ട. ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പം തെളിച്ചേ ഇല്ലയോ, ബീൻസ് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇല കണ്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ബീൻസ് കണ്ടിക്കുന്ന പരിപാടി തുടങ്ങാം. ആദ്യം ഉമ്മമാരെ കുട്ടപ്പനാണ്. പിന്നെ ഇടയ്ക്ക് ഒരു തക്കാളി വന്നിരിക്കുന്നു. എല്ലാം തന്നെ കളിച്ച് വന്നു, അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ഇടയ്ക്കൂടൊക്കെ വന്നിരിക്കുന്നത്. എല്ലാ ഉമ്മമാരെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം, എന്നിട്ടേ ബാക്കി പരിപാടി നടത്തുള്ളൂ. ബീൻസ് കണ്ട ഇതിനിടയ്ക്ക് നിൽക്കുന്നത് ബീൻസ് ഉണ്ടല്ലേ, മഞ്ഞ കളറ്, അപ്പുറത്ത് പർപ്പിളുണ്ട്, അതും കാണിക്കാം. എല്ലാ ഇലയും പോയി കഴിയുമ്പോൾ ബീൻസ് മാത്രം നിൽക്കും. അന്നേരം നല്ല രസം കാണാൻ. കളർ ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇവന്മാരെ എല്ലാം ഒന്ന് നേരെയാക്കി കെട്ടി വെക്കാം കേട്ടോ. എല്ലാം കൂടെ കിടന്ന് കിടക്കുക. നേരെ നിന്നോളൂ ഉമ്മാര്. ബീൻസ് നിലത്ത് മുട്ടാതിരുന്നാലേ, നിലത്ത് മുട്ടിയാലേ മണ്ണിനകത്ത് മുട്ടി കഴിയുമ്പോൾ നമുക്ക് ബീൻസ് പറിക്കാൻ തുടങ്ങിയാലോ. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ വിളവെടുപ്പേ മൂത്തത് മാത്രം പഠിക്കാം, ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ. നല്ല അടിപൊളി ബീൻസ് അല്ലേ, കളർഫുള്ളായ ബീൻസ്. അപ്പുറത്ത് നിൽപ്പുണ്ട് 3-4. അതും കൂടെ അങ്ങ് പറിക്കാമേ. അത് ഇച്ചിരി കൂടെ മൂക്കണം. നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പനി പോക്കായി, കാരണം അത് പിന്നെ കൊള്ളത്തില്ല. ഇതാ ഒരു ചെടിയെന്ന് ഇത്രയും ബീൻസ് കിട്ടി കേട്ടോ. ആദ്യത്തെ വിളവെടുപ്പ് ബീൻസിൻ്റെത്. അങ്ങനെ ഇതേലെ ബീൻസും പറിച്ചു കേട്ടോ. ഇതേലും ഇത്രയും ഉണ്ടായിരുന്നു. ഇത്രയും ബീൻസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. ഈ കുറ്റിച്ചെടിയെ നിൽക്കുന്ന ബീൻസ് കണ്ടോ? ഞാൻ ഇലയെല്ലാം മുറിച്ച് കളഞ്ഞപ്പോ സ്ഥലമില്ലാഞ്ഞിട്ട് നോക്ക്, അവിടെ ഇവിടെയൊക്കെ വളഞ്ഞു കയറി പോയിരിക്കുന്നുണ്ടോ. ഈ നിലത്ത് മുട്ടാതെ സൂക്ഷിക്കണം, കാരണം മണ്ണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കത്തില്ല. 2-3 നല്ല മൂത്തു, അത് പിന്നെ വിത്തിനെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ഇങ്ങനെ വിത്തിനാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇടയ്ക്ക് ഇങ്ങനെ പർപ്പിൾ കിടക്കുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ ഈ വർഷത്തെ ബീൻസിന്റെ വിളവ് നമുക്ക് ആദ്യം എടുത്തു. അതിനി വള്ളി വീശുന്നതേ ഉള്ളു. ഇനി അതിപ്പം ഒരാഴ്ചക്കുള്ളിൽ അതും ആകുമെന്ന് തോന്നുന്നു. കത്രി എടുത്തിട്ട് വരാഞ്ഞോണ്ടേ മുറിക്കുന്ന ഒരു ഇച്ചിരി ചൂട്ടിയെടുക്കണം. ഇപ്പൊ ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, നിലത്തോട്ട് വീണാലും കുഴപ്പമില്ലല്ലേ. ഏതായാലും ഇറങ്ങിയതല്ല, അപ്പോൾ ഉള്ളതെല്ലാം അങ്ങ് എടുത്ത് കൊണ്ടുപോയേക്കാം. കളർഫുള്ളായിട്ട് കിടക്കുമ്പോൾ നല്ല രസമില്ലേ. ഇത് ഇലയേ ഇല്ല, അത്രയും അങ്ങ് ചെറിയ തയ്യാ കേട്ടോ. ഇത്ര എണ്ണം ഇതിൽ നിന്നും കിട്ടി. ആദ്യത്തെ വിളവ് ഇത്രയുണ്ട്, പോരെ അമ്മക്കിളിക്ക്. നല്ല 2 മെഴുക്കുവരട്ടിക്കുണ്ട്. ഒരു നേരമേ ഞങ്ങൾ ചോറ് കഴിക്കത്തുള്ളൂ, അപ്പം അതിനുള്ളതുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് മക്കളെ അമ്മക്കിളിയുടെ ഇന്നത്തെ വിശേഷം. അടുത്ത നല്ലൊരു വിശേഷമായിട്ട് വരാമേ.